രാജു സർ, സിനിമയിൽ തന്നെ പല മേഖലകളുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്, സംവിധാനമുണ്ട്, ആർട്ടുണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇവയിൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള, ചെയ്യാൻ താല്പര്യമുള്ള, ഏറ്റവും അധികം ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖല ഏതാണ്? അഭിനയം മാറ്റി നിർത്തിയാൽ, കാരണം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ആദ്യം അഭിനയം എന്ന് പറയും. ഞാൻ അഭിനയം മാറ്റി നിർത്തിയാൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖല. അത് മാത്രമല്ല, രാജചേട്ടൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പല മേഖലകളും അദ്ദേഹത്തിന് അറിയാം. ചോദ്യത്തിന് ഉത്തരം. സിനിമയുടെ എല്ലാ മേഖലകളും എനിക്കിഷ്ടമാണ്. ഉദാഹരണം, ഞാനൊരു കറി വയ്ക്കുക എന്ന് വിചാരിക്കുക. വേറൊരാളൊന്ന് മലക്കറി എരിയുന്നത്, വേറൊരാളൊന്ന് ഉപ്പും മുളക് കൊടുത്ത് തരുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ തന്നെ ആയിരിക്കണം അതിനകത്തുള്ള എല്ലാ സംഭവം. നമുക്ക് പരിവമൊക്കെ പറഞ്ഞു കൊടുക്കാം, പക്ഷെ നമ്മുടെ വേണം. ഒരു സിനിമ എടുക്കുമ്പം ആദ്യം അതിൻ്റെ കഥ എനിക്കിഷ്ടപ്പെടും. ഇത് സിനിമ ആയാലും ഞാൻ കാണുമോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കാണുമോ, എൻ്റെ ഫ്രണ്ട്സ് കാണുമോ ഞാൻ ആലോചിക്കും. ഇത് മഹാബോറാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. പിന്നെ അതിന് പറ്റിയ സാങ്കേതിക വിദഗ്ധരെ എല്ലാവരും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം എൻ്റെ ഇഷ്ടം തന്നെയായിരിക്കും. പിന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ത്രൂ ഔട്ട് പടത്തിൻ്റെ അവസാനം എഡിറ്റിംഗ് ആയാലും പോസ്റ്റർ ഒട്ടിക്കുന്നവരെ ഞാൻ ജംഗ്ഷനിൽ പോയി നോക്കും, എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ. ഫുൾ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ടെന്ന് അർത്ഥം. അത് എന്റെ ശ്രദ്ധയില്ലാതെ ഞാൻ കാണാതെ ഒരു കാര്യം അത് പൈസയുടെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അതെ, ഫുഡിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ടാണ് ഈ 30 വർഷത്തോളം നിർമ്മാണ രംഗത്തുണ്ടായിട്ടും രാജചേട്ടൻ വെറും 13 പടങ്ങൾ മാത്രമേ ഇപ്പോഴും നിർമ്മിച്ചിട്ടുള്ളൂ. എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യാൻ. എന്നാണോ എന്തോ ഒന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം. തുള്ളിയാൽ എന്ത് കിട്ടും? അന്തിക്കുരു പിടിച്ചോറ് തിന്നാൻ. ഞാൻ ചോദിക്കുന്നതേ, ഈ രാജചേട്ടന് ഈ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടം ഏതാണ്? കുറെ സിനിമകളുണ്ട്. പാവാട ഹിറ്റാണ്, പഞ്ചവർണ്ണ ഹിറ്റാണ്, ഓട്ടോ, വെള്ളാനകളുടെ നാട്. അപ്പൊ 13 എണ്ണത്തിൽ വളരെ ചെറിയ സിനിമകൾ. പക്ഷേ വേറെ കാര്യമുണ്ട്. അന്ന് ഓട്ടോ എടുക്കുമ്പോഴത്തേക്കും ഒരു ബാൽക്കണി ടിക്കറ്റ് 2 രൂപ. ഇപ്പൊ ഒരു ബാൽക്കണി ടിക്കറ്റ് 300 രൂപയാണ്. എന്തോ കാക്കണമേ, നോക്കണമേ, കേക്കണമേ ദൈവമേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി രാജചേട്ടന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സിനിമ, അതും മഹേഷ് മാരുതി ആസിഫലി നായകനാകുന്ന സിനിമയും ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി നമ്മുടെ ഫണ്ട്സ് അപ്പോൺ ടൈമിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ. എന്താ ഇവിടെ ഞാനിവിടെ കിടന്ന് മരിച്ച് ഇത്ര അഭിനയിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചാൽ മതിയാ? നമ്മുടെ ഒരു കലാകാരനല്ലേ ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്തിട്ട് ഒന്ന് എന്തെങ്കിലും. ഞങ്ങളും വേറൊരു മാറ്റർ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് പ്രശ്നം. ഞാൻ ഇത്ര ഇവിടെ കിടന്ന് കളിച്ച് കണ്ടില്ലേ? ഇത് എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ? എന്താണ് ഇത്? സ്വാതന്ത്ര്യ സമര സേനാനിയോ? ആ, ഇതോ ഈ കൈയൊക്കെ കെട്ടി വെച്ച് ചെയ്തിട്ടൊന്നും മനസ്സിലായി. ഞാനേ ഈ മറ്റേ CBI മമ്മൂക്ക് പിടിച്ചേക്കുന്ന പോലെ എന്തോ പിടിച്ചേക്കും. അപ്പൊ കൈ കെട്ടിയിട്ടുണ്ട്. കൈ കെട്ടി വെച്ചിട്ടാണ് റിസ്ക് എടുത്ത് അഭിനയിക്കണേ. ബ്രിട്ടീഷുകാര് കൈ കെട്ടി വിട്ട് അങ്ങനെ എന്തോ സാധനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ. വെടികൊള്ള കണ്ടില്ലേ? ശ്രദ്ധിക്കല്ലേ? ഇല്ല, കണ്ടില്ല. 2 വെടി കൊണ്ടിട്ട് ഇവിടെ ഞാനേ രണ്ടാമത്തെ വെടിയാണ് കൂടുതൽ തൊന്തോ. ഇത്രയും പെർഫോം ചെയ്തിട്ട് രാജേട്ടൻ എനിക്ക് തോന്നിയ കാര്യം തരാമോ? ഈ കൈ ബാക്കി കെട്ടിയിട്ടില്ലേ, അത് റെസ്ട്രിക്ട് ചെയ്തു. കൈകെട്ട് കൂടാതെ വേറെ വല്ല കൈ കെട്ടാതിരിക്കുവാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് അത് ഒന്ന് കൈ ഫിർഡാനാന്ന് അയച്ചു കൊടുത്ത് ഞാനത് ഇതുപോലെ കൈയുടെ കെട്ടെന്ന് അയച്ച് ഇപ്പൊ കൈ ഉപയോഗിക്കാം. ഇനി വെടുകൊള്ളുന്ന ഒരു സീൻ ചെയ്താല് ഇങ്ങനെ കൈയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കാണിക്കണ്ട കേട്ടോ, നിങ്ങൾ കാണിക്കാൻ പോകുന്ന പോലെ തോന്നിയിരിക്കും അല്ലേ? ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണിക്കണം. അല്ല, കൈ കെട്ടാത്തപ്പോഴും കൂടെ ചെയ്യാം. ഞാൻ പറയുന്നതേ, ഇങ്ങനത്തെ സീനുകൾ വരുമ്പം നമ്മുടെ ഈ ഫ്ലോറിലോട്ട് വരുമ്പോൾ നിങ്ങൾ കൈ കെട്ടിയല്ല വരേണ്ടത്. അപ്പം ഞാൻ ഒരു ചെറിയ ശേഷം പറയാം. ഡയാനെ ഇതെടുത്തേ, ഡയാനെ ഇത് പിടിച്ചേ, വായൊന്ന് മൂടി കെട്ടിക്കേ. നീക്ക് ഡയാന കൈയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കുക. പൊള്ളിക്കണം നമ്മള്. ഡയലോഗ് എന്തൊക്കെയാ ആലോചിക്കണ്ടെന്ന് തോന്നുന്നു. കെട്ടിയില്ലേ? ഓക്കെ. ചുമന്ന് മാറ്റി.